അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഹാമിംഗ് വിൻഡോ വെച്ചിട്ട് ഒരു പ്രോബ്ലം അത് ഞാൻ റെക്കോർഡ് ചെയ്യാന്ന്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ഹാമിംഗ് വിൻഡോ വെച്ചിട്ടൊരു പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്സ് നിങ്ങൾ ശ്രദ്ധിച്ചേക്കാം. വിൻഡോസ് ഏതാണെങ്കിലും നിങ്ങൾ ജനറലി ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ് സെയിം തന്നെയാണ്. ഓൺലി ഡിഫറൻസ് ഈസ് വെർ യു അപ്ലൈ ദ WN ഓഫ് n. അത് ആ ഒരു വാല്യൂസ് ഹാമിംഗ് വിൻഡോ ആണെങ്കിൽ WN ഓഫ് n, അല്ലെങ്കിൽ ഹാനിങ് ആണെങ്കിൽ WHN, അതല്ല എങ്കിൽ WR. അപ്പോൾ അത് അപ്ലൈ ചെയ്യുന്ന സ്ഥലത്ത് മാത്രമേ എന്ത് വാല്യൂസിനും അതിൻ്റെ അത് നമ്മളെങ്ങനെ കണ്ടുപിടിക്കുന്നു അതിന് മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. റെസ്റ്റ് ഓഫ് ദ പ്രോബ്ലം ഇസ് സെയിം, അത് ഒരേപോലെയാണ്. അതുകൊണ്ട് അതിൽ കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല. എന്താണെങ്കിലും ഞാൻ ഈ പ്രോബ്ലം ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക എങ്ങനെയാണെന്ന്. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് തരാം. ഈ പ്രോബ്ലംസ് നമുക്ക് ക്ലാസ്സിൽ നിന്ന് ഒത്തിരി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നാമത് ലൈവ് ക്ലാസ് അല്ലാത്തതാണ്, ക്ലാസ്സിലല്ലാത്ത കാരണം ചെയ്യാൻ പറ്റില്ല. ഓൺലൈൻ ആയത് കാരണം കൂടുതൽ എനിക്കൊന്നും നിങ്ങളെ ചെയ്യിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതും കൂടി ചെയ്തിട്ടാകുമ്പോൾ 2 പ്രോബ്ലം ആകും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു 3-4 പ്രോബ്ലംസ് തരും. അത് ചെയ്യുക, കാരണം എനിക്ക് ചെയ്യണം എന്ന് നിങ്ങളോട് പറയാനേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുക, എന്നാൽ മാത്രമേ അത് തറവാകത്തുള്ളൂ. ഓക്കെ, സോ ദ ക്വസ്റ്റ്യൻ ഈസ് ഡിസൈൻ എ ഫിൽറ്റർ with ht of e raised to j omega is equal to e raised to minus 3j omega for minus pi by 4 less than or equal to omega less than or equal to pi by 4. So pi by 4 minus pi by 4 മുതൽ plus pi by 4 വരെയാണ് നമ്മുടെ വിൻഡോ വരുന്നത്. 0 else using Hamming window and given n is equal to 7, capital N is equal to 7 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിൽ നിന്നും വിൻഡോയുടെ ഇക്വേഷൻ നമുക്ക് ഇതാണ്. WN ഓഫ് n, അതായത് ഹാമിംഗ് വിൻഡോയുടെ ഇക്വേഷൻ വരുന്നത് 0.54 പ്ലസ് 0.46 cos 2 pi n divided by n minus 1 from minus n minus 1 by 2 to n minus 1 by 2, n minus 1 by 2, 0 else. അതാണ് നമ്മുടെ ഇക്വേഷൻ. സോ given നമുക്കറിയാം n is equal to 7, therefore Wn of n will become is equal to 0.54 plus 0.46 cos pi n divided by n minus 1 will be 6, 2 divided by 6, 1 by 3, so pi n divided by 3. So here minus n minus 1 by 2 will be minus 3 less than or equal to 3. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. അപ്പോൾ ഇതാണ് നമ്മുടെ വിൻഡോ വരുന്നത്. ഇനി നമുക്ക് ഓരോന്നിനും എന്ത് കണ്ടുപിടിക്കുക? നമ്മുടെ വിൻഡോസിൻ്റെ വാല്യൂസ്, വിൻഡോ കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കുക. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. വിൻഡോ കോഎഫിഷ്യൻസ് ആർ WN of 0 will be equal to 0.54 plus 0.46 into cos 0. So cos 0 is 1. So 1 into 0.46 plus 0.54, it will be equal to 1. So next one will be WN of 1. So it will be 0.54 plus 0.46 cos pi divided by 3. Sorry, pi divided by 3. So it will be cos pi by 3 into 4.46 plus 0.54. It will be equal to 0.77. Similarly, WN of 2 will be equal to 0.31. WN of 3 will be equal to 0.08. Again WN of, ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് WN of 4 അല്ല കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ വാല്യൂസ് എവിടെ തൊട്ടാണ്? -3 മുതൽ +3 വരെയാണ്. സോ +3 വരെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പോകേണ്ടത് WN of -1 ആണ്. സോ WN of -1 will be similar to WN of 1. So it will be 0.77 and WN of -2 will be equal to WN of 2. So it will be 0.31. So WN of
minus 3 will be equal to Wn of 3. It is equal to 0.08. അപ്പോൾ നമുക്ക് ഈ വാല്യൂസ് എല്ലാം കിട്ടി. Now we have to find the desired filter coefficient. What is desired filter coefficient? HD of n. അതാണ് desired filter coefficient എന്ന് നമ്മൾ പറയുന്നത്. സോ നമുക്ക് HD of n നമുക്ക് കണ്ടുപിടിക്കാം. സോ HD of n നമുക്ക് ഇക്വേഷൻ ഉണ്ട്. എന്താണ് HD of n ഇക്വേഷൻ? ഈക്വൽ ടു 1/2 പൈ ഇൻറ്റഗ്രൽ മൈനസ് പൈ ബൈ 4 2 പൈ ബൈ 4 HD of e raised to j omega into e raised to j omega n d omega. Now substituting the value of hd of e raised to j omega, we get 1/2 pi, limit is same, minus pi by 4 to minus pi by 4 to pi by 4. What is hd of e raised to j omega? E raised to minus 3 j3 omega. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള e raised to minus 3 j3 omega into e raised to j omega n d omega. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തപ്പോൾ നമുക്കിവിടെ 1 ആയിരുന്നു വന്നത്. 1 ഇൻറ്റു ഒന്ന് ചെയ്തപ്പം നമ്മൾ ഈ സംഭവത്തിന് മാത്രം ഡയറക്റ്റ് ഡി ഒമേഗ ചെയ്താൽ മതിയായിരുന്നു, ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതിയായിരുന്നു. ബട്ട് ഹിയർ ഇറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് j3 ഒമേഗ ഇൻസ്റ്റെഡ് ഓഫ് 1. സോ വാട്ട് വി ഹാവ് ടു ഡു ഫസ്റ്റ് ഈസ് വി ഹാവ് ടു ഫൈൻഡ് ദ ആൻസർ ഓഫ് ദിസ് ടേം ഫസ്റ്റ്. അതെന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇ റേസ് ടു എ ഇൻറ്റു ഇ റേസ് ടു ബി. അതിൻ്റെ ടേം നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് ബാക്കി ഇൻറ്റഗ്രേഷനിലേക്ക് പോകാൻ. സോ ദ ആൻസർ ഈസ് 1/2 pi integral minus pi by 4 to pi by 4 e raised to minus j3 omega into e raised to j omega എന്ന് പറയുമ്പോൾ എന്ത് വരും? e raised to j omega നമുക്ക് പുറത്തെടുക്കാം. j omega പുറത്തെടുത്താൽ ബാക്കി എന്താണത്? -3 plus 1 into n plus 1 into n. ആ രണ്ട് ടേമാണ് ഉള്ളിലുള്ളത്. സോ e raised to j omega into -3 plus n into d omega. അപ്പോൾ നമുക്കൊരു സിംഗിൾ ടേം ആയിട്ട് കിട്ടി. ഇനി നമുക്കതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഇൻറ്റഗ്രേഷൻ ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ഇൻറ്റു -3 plus n ഇൻറ്റു ഡി ഒമേഗ. എന്താ വരിക? ഇ റേസ് ടു ജെ ഒമേഗ ഇൻറ്റു -3 plus n ഡിവൈഡഡ് ബൈ എന്ത് വരും? നമ്മുടെ ഡിനോമിനേറ്ററിൽ എന്ത് വരും? ഡിനോമിനേറ്ററിൽ ഇവിടെ എന്താ വരുന്നത്? ഒമേഗ ടേംസ് അല്ലാത്തത്, അതാണ് ഡിനോമിനേറ്ററിൽ വരുന്നത് അല്ലേ? നിങ്ങൾക്ക് ഇൻറ്റഗ്രേഷൻ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഒമേഗ ടേംസ് അല്ലാത്ത ഇവിടെ എന്താ ഉള്ളത്? -3 plus n ഇൻറ്റു ജെ. അതാണ് നമ്മുടെ ഡിനോമിനേറ്ററിൽ വരുന്നത്. ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്കിതിന് ലിമിറ്റ്സ് അപ്ലൈ ചെയ്യണം. ലിമിറ്റ്സ് എവിടെ തൊട്ടാണ്? -π/4 മുതൽ π/4. നമ്മുടെ വിൻഡോ -π/4 മുതൽ +π/4 വരെയാണ് അല്ലേ? അതുകൊണ്ടാണ് ലിമിറ്റ് ഇങ്ങനെ വരുന്നത്. നമുക്കിവിടെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എന്താ ലിമിറ്റ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഓൾറെഡി തന്നിരിക്കുന്നതിൽ നിന്നൊരു ഒറ്റ വിൻഡോ ആയിട്ട് നമുക്ക് എടുക്കാം. അതുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. Now this will be equal to നമുക്ക് എന്ത് ചെയ്യാം? ഇതിനകത്തുനിന്ന് 1/2 pi n - 3, അതായത് -3 plus n എന്ന് പറഞ്ഞാൽ എന്താണ്? n-3 ആണ്. അതിനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഉള്ളിൽ എന്തായിരിക്കും ഉള്ളത്? എന്നിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്ത ഉള്ളിൽ എന്തായിരിക്കും ഉള്ളത്? ലിമിറ്റ് നമ്മുടെ ഒമേഗ ടേമിന് മാത്രമാണ്. സോ ഈ ടേം നമ്മൾ പുറത്തെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ലിമിറ്റ് കൊടുക്കുകയാണ്. സോ എന്താ വരിക? ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് എന്ത് വരും? e raised to j π/4 into n-3 മൈനസ് എന്ത് വരും? e raised to -j π/4 into n-3 എന്ന് വരും. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഏത് ടേമാണ്? e raised to j θ minus e raised to -j θ divided by j എന്നുള്ള ആ ഒരു ടേമാണ്. സോ എന്ത് വരും? നമുക്ക് അതെന്താണെന്ന് നമുക്ക് അപ്ലൈ ചെയ്യാം. നമുക്കത് സൈൻ തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമുക്കിവിടെ എന്ത് എഴുതാം? ഈ 1/2 pi n-3 ഇൻറ്റു ജെ 2j സൈൻ തീറ്റ, ദാറ്റ് ഈസ് 2j സൈൻ ഇൻറ്റു π/4 ഇൻറ്റു n-3. ഇത് ഏത് ഇക്വേഷനാണെന്ന് ഞാൻ നിങ്ങളോട് പറയണോ ഇനി? അതായത് ഈ ഇക്വേഷനാണ് നമ്മൾ അപ്ലൈ ചെയ്തത്. ഒരു സെക്കൻഡ്. ഇത് e raised to j π/4 n minus e raised to minus j π/4 എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ 2j എന്ന് വെച്ചാൽ സൈൻ π/4 എന്ന് വരും. ഇനി ഇവിടെ നമ്മൾ എന്താ പറയുക? ഈ ടേംസ് നമ്മൾ പുറത്ത് നമ്മൾ വെച്ചേക്കുവാണ്. ഉള്ളിൽ നമുക്ക് എന്തില്ല? 2j ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ മേലെ ഒരു 2j വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത്, മേലെയും താഴെ ഒരു 2j വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഇവിടെ ഉള്ളിൽ ഈ j ഞാൻ പുറത്തെടുത്ത് വെച്ചു എന്ന് വെച്ചു.
അപ്പോൾ ഇവിടെ താഴെ 2j എന്ന് പറഞ്ഞൊരു ടേം ഇല്ല, നമുക്ക് ആ 2j സൈൻ കൊടുക്കാൻ വേണ്ടി. സോ നമ്മൾ എന്ത് ചെയ്യും, മേലെയും താഴെ ഒരു 2j വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെഴുതാം, അതിനെ അങ്ങനെ എഴുതാം, sin π/4 ഇൻറ്റു n-3 എന്ന് എഴുതാം അല്ലേ. പക്ഷേ അവിടെ ഇല്ലാത്ത കാരണം നമ്മൾ എന്ത് ചെയ്യും, ആ അടിയിലുള്ള ടേം നമുക്ക് അങ്ങോട്ട് എടുക്കണം. അതാണ് 2j ഇൻറ്റു sin π/4 ഇൻറ്റു n-3 എന്ന് വെച്ചാൽ. അതായത് കൺഫ്യൂഷൻ ഇല്ലയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് താഴെ 2j ഇല്ലാത്തതുകൊണ്ടാണ് മേലെ നമ്മളൊരു 2j വെച്ച് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ആൻസർ എന്ത്, സിംപ്ലി ഇറ്റ് വിൽ ബി sin π/4 ഇൻറ്റു n-3 വന്നതിനും സിൻസ് ദർ ഇസ് നോ ഡിനോമിനേറ്റർ ഓഫ് 2j വി ആർ മൾട്ടിപ്ലൈങ് ഇറ്റ് വിത്ത് 2j. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ ഒരു 2j എന്ന് പറഞ്ഞ ടേം വന്നത്. ഇനി ഈ 2j അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ താഴത്തെ 2j ഉള്ളിലേക്ക് എടുത്താൽ മതി കേട്ടോ. അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകേണ്ട ആവശ്യമില്ല. ഈ 2j നമുക്ക് ഉള്ളിലേക്ക് എടുത്താൽ ഡയറക്റ്റ് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ഐ വിൽ ഡു ലൈക്ക് ദാറ്റ്. സോ നമുക്ക് നേരത്തെ ടേം എവിടെ നിന്ന് എഴുതാം. സോ 1/2π ഇൻറ്റു n-3 ഇൻറ്റു എന്താണ് വരുന്നത്, e⁻j⁻4 ഇൻറ്റു n-3 മൈനസ് e⁻j⁻4 ഇൻറ്റു n-3. അതാണ് നമ്മുടെ ടേം വരുന്നത്. നമുക്കിനി ഈ 2jനെ ഉള്ളിലേക്ക് എടുത്താൽ എന്തുവരും, 1/π ഇൻറ്റു n-3 ഇൻറ്റു e⁻j⁻4 ഇൻറ്റു n-3 മൈനസ് e⁻j⁻4 ഇൻറ്റു n-3 എന്ന് വരും, ഡിവൈഡഡ് ബൈ 2j എന്ന് വരും. ഇപ്പോൾ നമ്മുടെ കറക്റ്റ് സൈൻ തീറ്റയുടെ ഫോമിലാണ്. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു sin π/4 ഇൻറ്റു n-3 ഡിവൈഡഡ് ബൈ π ഇൻറ്റു n-3. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ HD(n)ൻ്റെ ഇക്വേഷൻ കിട്ടി. HD(n) ആണ് ഈ പറഞ്ഞ സംഭവം. ഇനി നമുക്ക് എന്താ വേണ്ടത്, HD(0), അതായത് ഓരോ കോഎഫിഷ്യൻസും നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. സോ HD(0) വിൽ ബി ഈക്വൽ ടു sin π/4 ഇൻറ്റു n-3 എന്ന് വരുമ്പം 0-3 വരും, ഡിവൈഡഡ് ബൈ എന്ത് വരും, 0-3 ഇൻറ്റു π എന്ന് വരും അല്ലേ. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു sin -3π/4 ഡിവൈഡഡ് ബൈ -3π ആണ് വരുന്നത്. ഇറ്റ് വിൽ ബി ഈക്വൽ ടു 0.075. Similarly, rest of the values will be HD(1) will be equal to 0.159. HD(2) will be equal to 0.225. HD(3) will be equal to 0.25. ഇനി HD(3) ചെയ്യുന്ന സമയത്ത് എന്ത് വരും, HD(3) ചെയ്യുന്ന സമയത്ത് sin π/4 ഇൻറ്റു 3 0 വരും, ഡിവൈഡഡ് ബൈ 0 ആണെന്ന് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 sin 0/0 വിൽ ബി ഈക്വൽ ടു 1. ഇനി കഴിഞ്ഞ പ്രോബ്ലത്തിലെ പോലെ ഇവിടെ അന്നേരം എന്താ വരുന്നത്, ഇവിടെ വരുന്നത് എന്താണ്, സൈൻ തീറ്റ ബൈ സൈൻ 0 അല്ലെങ്കിൽ തീറ്റ ആവുന്ന സമയത്ത്, തീറ്റ ടെൻസ് ടു 0 ആവുന്ന സമയത്താണ് സൈൻ തീറ്റ/തീറ്റ ഈക്വൽ ടു 1 എന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ ഇവിടെ എന്താ നമുക്കുള്ളത്, സൈൻ π/4 ഡിവൈഡഡ് ബൈ എന്താ ഉള്ളത്, π/4 ഡിവൈഡഡ് ബൈ π എന്നാണല്ലേ വരുന്നത്. സോ π/4 ഡിവൈഡഡ് ബൈ π/4 ആയിരുന്നെങ്കിൽ നമുക്കത് 1 എഴുതായിരുന്നു. പക്ഷേ ഇവിടെ എന്താ ഉള്ളത്, സൈൻ π/4 ഡിവൈഡഡ് ബൈ π ആണ്. അപ്പോൾ ഈ 4 നമുക്കൊരു എക്സ്ട്രാ ആണ്, അതുകൊണ്ട് അതെന്ത് വരും, ഓൾറെഡി സൈൻ π/π ആയിരുന്നെങ്കിൽ അവിടെ 1 വന്നതിനും ഡിവൈഡഡ് ബൈ ഒരു 4 ഉള്ളതുകൊണ്ട് 4 വരും. അതാണ് കഴിഞ്ഞ പ്രോബ്ലത്തിലെ HD(0)യും ഈ ഒരു ടേം ആണ് ചെയ്യുന്നത് കേട്ടോ. അതായത് ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റ/തീറ്റ ആണെങ്കിൽ അത് 1 ആണ്. പക്ഷെ ഇവിടെ ശരിക്കും എന്താ വരുന്നത്, സൈൻ തീറ്റ/4/തീറ്റ ആണ് അല്ലേ. അപ്പോൾ ആ തീറ്റ/4ൽ ആ 4 നമ്മൾ 1/4 നമ്മൾ പുറത്തെടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കി 1 എന്ന് എഴുതും. സോ 1 × 1/4 അതാണ് ഇവിടെ 1/4 എന്ന് പറയുന്നത്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ അങ്ങനെ തന്നെയാണ്. ഇനി HD(-1) will be equal to 0. HD(-3) will be equal to 0.053. HD(2) will be equal to -2 will be equal to -0.045. ഇവിടെ സെയിം വാല്യൂ അല്ല കേട്ടോ വരുന്നത്, ചെയ്ത് നോക്കുക തന്നെ വേണം. പിന്നെ അതേപോലെ തന്നെ ഇനി ഫിൽറ്റർ കോഎഫിഷ്യൻസ് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ h(n) ഒബ്റ്റെയിൻ ചെയ്യാണ്. സോ വാട്ട് ഈസ് h(n)? h(n) എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്, h(n)ന്റെ ഇക്വേഷൻ എന്താണ്,
എച്ച് ഓഫ് എൻ്റെ ഇക്വേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എച്ച് ഓഫ് എൻ വിൽ ബി ഈക്വൽ ടു എച്ച് ഡി ഓഫ് എൻ ഇൻറ്റു നമ്മുടെ ഡബ്ല്യു ഓഫ് എൻ. അപ്പോൾ ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് എച്ച് ഓഫ് 0 വിൽ ബി ഈക്വൽ ടു എച്ച് ഡി ഓഫ് 0 ഇൻറ്റു ഡബ്ല്യു ഓഫ് 0 ആൻഡ് ഇറ്റ് വിൽ ബി ഈക്വൽ ടു 0.075. H of 1 will be equal to, similarly multiply HD of 1 into W of 1. It will be equal to 0.122. H of 2 will be equal to 0.069. H of 3 will be equal to 0.02. H of minus 1 will be equal to 0. H of minus 2 will be equal to minus 0.013. H of minus 3 will be equal to minus 0.00424. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ എല്ലാ ഫിൽറ്റർ കോഎഫിഷ്യൻസും കിട്ടി. നമുക്കിവിടെ ലിമിറ്റ് തന്നുകൊണ്ടാണ് 7 ആണ്, n = 7 ആയതുകൊണ്ടാണ്. അതേപോലെ തന്നെ -3 മുതൽ 3 വരെയാണ്, അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വേണ്ടത് കേട്ടോ. പിന്നെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? h of z ആണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻസ്. h of z കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ ഉണ്ട്. വാട്ട് ഈസ് h of z? h of z is equal to h of 0 plus summation n is equal to 1 to n minus 1/2 h of n into z raised to n plus z raised to minus n. അപ്പോൾ ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടത്? h of 0 എത്രയാണ്? h of 0 പ്ലസ് നമുക്ക് എന്താ വരുന്നത്? സമ്മേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? n is equal to 1 to 3 h of n into z raised to n plus z raised to minus n. അപ്പോൾ നമ്മൾ എന്നിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇത് എക്സ്പാൻഡ് ചെയ്ത് എഴുതി എന്ത് വരും? h of 0 plus h of 1 into z raised to 1 plus z raised to minus 1 plus h of 2 into z raised to 2 into z raised to 2 plus z raised to minus 2 plus h of 3 into z raised to 3 plus z raised to minus 3. അതുപോലെ h of 3 വരെയുള്ളൂ. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു, നമ്മൾ ഇനി എക്സ്പാൻഡ് ചെയ്യണം. h of 1 into z power 1 plus h of 1 into z power minus 1 എന്ന് വരും. അത് എക്സ്പാൻഡ് ചെയ്യുന്നത് ഞാൻ ഇവിടെ എഴുതുന്നില്ല, ജസ്റ്റ് ആൻസർ എഴുതുവാണ്. 0.075 പ്ലസ് ഫസ്റ്റത്തെ h of 0 അതേപോലെ പ്ലസ് എന്ത് വരും? 0.122 into z power 1 plus 0.122 into z power minus 1 plus 0.069 into z square plus 0.069 into z raised to minus 2 plus 0.02 into z power 3 plus 0.02 into z power minus 3. ഇനി നമുക്ക് അതിൻ്റെ എന്താണ്? റിയലൈസബിൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ h of z, റിയലൈസബിൾ ട്രാൻസ്ഫർ ഫംഗ്ഷനാണ് h of z, h bar of z കണ്ടുപിടിക്കണം. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു z raised to minus n minus 1/2 ഇൻറ്റു h of z. അതായത് ഇപ്പോൾ കിട്ടിയ ഓരോ ടേമിനും ഈ h of z എന്ന് പറയുന്ന ഓരോന്നിനെയും നമ്മൾ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? z പവർ ഓഫ് മൈനസ് n മൈനസ് 1/2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു, ഇവിടെ നമ്മൾ എന്നിൻ്റെ വാല്യൂ അപ്ലൈ ചെയ്താൽ z raised to minus 3 ഇൻറ്റു h of z. ഈ ഓരോന്നിനെയും z raised to minus 3 ഇൻറ്റു h of z കണ്ടുപിടിച്ച് നമുക്ക് എന്ത് കിട്ടും? h പവർ ഓഫ് z is equal to 0.075 into z raised to minus 3 plus 0.122 into z square z raised to minus 2. അതായത് z raised to minus 1 into z raised to minus 3 എന്ന് പറയുമ്പോൾ a raised to 1 m into a raised to n ടേം, അതായത് a raised to m plus എന്ന് വെച്ചിട്ടാണ് നമുക്ക് ഈ ടേംസ് ഒക്കെ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് എല്ലാ ടേംസും ഉണ്ടാകത്തില്ല, ചിലപ്പം 1 ഒന്നും ഉണ്ടാകത്തില്ല. അതേതാണോ അത് അതേപോലെ വരും. അപ്പോൾ നമുക്ക് അതേപോലെ 0 വാല്യൂ കൊടുത്തിട്ട് നമുക്ക് എഴുതണം. സോ പ്ലസ് 0.069 into z raised to minus 1 plus 0.069 into z raised to minus 5 plus 0.022 into z raised to 0 വരും plus 0.022 into z raised to minus 6. അപ്പോൾ നമുക്കിവിടെ കോഎഫിഷ്യൻസ് എത്രയാണോ വേണ്ടത്? n equal to 7 ആണ്. നൗ നമുക്ക് എന്താ എഴുതാം? ഫിൽറ്റർ കോഎഫിഷ്യൻസ്, കോസൽ ഫിൽറ്റർ കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കുകയാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണത്? നമ്മളിവിടെ ഈ തന്നിരിക്കുന്നതിൽ നിന്നും എന്ത് ചെയ്യുക? ഓരോന്നിൻ്റെയും ടേം, അതായത് z raised to 0 ആണെങ്കിൽ അത് h dash of 0 അങ്ങനെ എഴുതുക. സോ z raised to 0 വരുന്ന ഏതാ ഉള്ളത്? h dash of 0 എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് z raised to 0 വരുന്നുണ്ട് അല്ലേ? സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0.022. h dash of 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ h dash of 1 വരുന്ന ഏതാ ഉള്ളത്? 0.069. h dash of 2 ഏതാ വരുന്നത്?
2 വരുന്നത് 0.122. എച്ച് ഡാഷ് ഓഫ് 3 ഏതാ വരുന്നത് 0.075. എച്ച് ഡാഷ് ഓഫ് 4 ഏതാ വരുന്നത് 0.122. അതേപോലെ എച്ച് ഡാഷ് ഓഫ് 5 വന്നതും 0.069. ഇവിടെ എല്ലാ ടേംസും ഉണ്ട്. എച്ച് ഡാഷ് ഓഫ് 6 വന്നത് 0.02. അപ്പം നമ്മുടെ കോസൽ കോഎഫിഷ്യൻസ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇത്രയും നോർമൽ മതി. നമുക്ക് ഡിസൈൻ ചെയ്യാൻ കൂടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ബാക്കി കാര്യങ്ങൾ നമുക്ക് എഴുതണം. അതായത് എച്ച് ബാർ ഓഫ് ഇ പവർ ജെ ഒമേഗ നമ്മൾ കണ്ടുപിടിക്കുന്നു. ദിസ് വിൽ ബി ഈക്വൽ ടു സമ്മേഷൻ n ഈക്വൽ ടു 0 to n-1/2 an cos ഒമേഗ n എന്ന് പറഞ്ഞ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് എന്നിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്ത് എന്ത് വരും, a0 ഇൻറ്റു കോസ് 0 പ്ലസ് 3 വരെയാണ് നമുക്ക് വേണ്ടത്. സോ a1 ഇൻറ്റു കോസ് ഒമേഗ പ്ലസ് a2 ഇൻറ്റു കോസ് 2 ഒമേഗ. ഇത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും കേട്ടോ. എത്ര വരുന്നോ അത്ര നീളുവെന്നേ ഉള്ളൂ. a3 ഇൻറ്റു കോസ് 3 ഒമേഗ. അപ്പോൾ 3 വരെ ആയതുകൊണ്ട് 3 ഒമേഗ വരെ വേണം. സോ നമുക്ക് a0, ഇനി a0ൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. a0ൻ്റെ ഇക്വേഷൻ എന്താണ്, എച്ച് ഡാഷ് ഇൻറ്റു n-1/2 ആണ്. an-ൻ്റെ ഇക്വേഷൻ എന്താണ്, 2h ഡാഷ് ഇൻറ്റു n-1/2 മൈനസ് n. ഇതാണ് ഇക്വേഷൻ. ഇനി ഇതെന്താണ്, എച്ച് ഡാഷ് ഓഫ് n-1/2 എത്രയാണ്, എച്ച് ഡാഷ് ഓഫ് 3 ആണ് a0 അല്ലേ. ഇത് n-1/2 3 വരും. എച്ച് ഡാഷ് ഓഫ് 3 എന്ന് വെച്ചാൽ എത്രയാണ് 0.075 ആണ്. ഇനി ബാക്കി a1 അപ്പോൾ എന്ത് വരും, 2h ഡാഷ് ഓഫ് 3 മൈനസ് 1 വരും. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു എച്ച് ഡാഷ് ഓഫ് 3 എത്ര, എച്ച് ഡാഷ് ഓഫ് 2 എത്രയാണ്, എച്ച് ഡാഷ് ഓഫ് 2 ഇൻറ്റു 2 നമ്മൾ ചെയ്യണം. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 2 into 0.122. So that will be equal to 0.244. ഓക്കെ. അതുപോലെ a2 നമുക്ക് എന്താണ് വരുന്നത്, 2h ഡാഷ് ഓഫ് n-1/2 മൈനസ് n. ഇറ്റ് വിൽ ബി ഈക്വൽ ടു 2h ഡാഷ് ഓഫ് 1 ആണ് വരുന്നത്. ഇറ്റ് വിൽ ബി ഈക്വൽ ടു 0.138 ആൻഡ് a3 വിൽ ബി ഈക്വൽ ടു 0.04. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ടേംസ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, എച്ച് ഡാഷ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ, എച്ച് ബാർ ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ കാണണം. ഇത് നമ്മൾ ക്യാപിറ്റലാണ് കേട്ടോ. അത് എത്രയാണെന്ന് കാണും, ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട്. അപ്പോൾ എല്ലാം കൂടെ ആഡ് ചെയ്താൽ 0.075 പ്ലസ് 0.244 ഇൻറ്റു കോസ് ഒമേഗ പ്ലസ് 0.138 ഇൻറ്റു കോസ് 2 ഒമേഗ പ്ലസ് 0.04 ഇൻറ്റു കോസ് 3 ഒമേഗ. ഇനി ഇത്രയാണ് നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് കിട്ടി. ഇനി നമുക്ക് ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഒരു ടേബിൾ ആക്കും. ആ ടേബിളിൽ ഫസ്റ്റ് വരുന്നത് ഒമേഗയാണ്. ഇവിടെ വരുന്നത് എച്ച് ബാർ ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ. ഇവിടെ എന്താ വരുന്നത്, മോഡുലസ് ഓഫ് എച്ച് ബാർ ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ. അതായത് എന്താണ് മോഡുലസ് എന്ന് വെച്ചാൽ അതിൻ്റെ ഇക്വേഷൻ എന്താണ്, 20 log എച്ച് ബാർ ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ. ഈ കിട്ടിയ വാല്യൂവിന് നമ്മൾ 20 log എടുക്കുന്നു. സോ വാട്ട് ഈസ് ഒമേഗ, ഒമേഗ നമ്മൾ 0 മുതൽ ഒരു 100 വരെ നമ്മൾ വേരി ചെയ്ത് പോകുന്നു. അങ്ങനെ വേരി ചെയ്ത് പോകുന്നു. അതിനനുസരിച്ച് ഇതിനകത്ത് ഒമേഗയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എഴുതുന്നു. ഇപ്പോൾ 0 ആണെങ്കിൽ വരുന്നത് 0.447 ആണ് വരുന്നത്. അതിൻ്റെ 20 log എടുത്തുമ്പോൾ വരുന്ന -5.07 ആണ്. അങ്ങനെ നമ്മളൊരു 100 വരെ കണ്ടുപിടിക്കുന്നു. അതിനനുസരിച്ച് ഇവിടെ ഗ്രാഫ് വരയ്ക്കുന്നു. ഗ്രാഫ് എങ്ങനെയാണ് വരുന്നത്, ഇവിടെ വരുന്നത് ഒമേഗ, ഇവിടെ 20 log ഓഫ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് എച്ച് ബാർ ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാഫ് ഡിസൈനിങ് ഓഫ് ഫിൽറ്റർ എന്ന് പറയുന്നത്. FIR ഫിൽറ്ററിൻ്റെ ഡിസൈനിങ് യൂസിങ് ഹാമിംഗ് വിൻഡോ ആണ് നമ്മളിപ്പോൾ ചെയ്തത്. ഹാമിംഗ് വിൻഡോ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു.